ഈ സ്കൂബ ടീം ഇപ്പോൾ പുഴയുടെ മധ്യഭാഗം കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ മൂഴിക്കൽ പാലത്തിൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു പാലത്തിൻ്റെ താഴെ അവിടെ ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചൊരു പരിശോധന തിരച്ചിൽ ഇപ്പോൾ നടത്തി വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ശക്തമായ മഴയാണ് ഈ പ്രദേശത്താകെ തന്നെ ഈ മണിക്കൂറുകളിലും അനുഭവപ്പെടുന്നത്. അല്പമൊന്ന് മഴ മാറിയ ശേഷമാണ് ഈ സ്കൂബ ടീം ഇവിടെ നിന്ന് ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനായി ഇറങ്ങിയത്. പക്ഷേ സ്കൂബ ടീം ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അതിശക്തമായ മഴ പിന്നെയും അനുഭവപ്പെട്ടു. നാട്ടുകാരടക്കം ഇപ്പോൾ സഹായത്തിനായി ഒപ്പമുണ്ട്. 6 അംഗ സ്കൂബ ടീമിൽ ഏതാണ്ട് 3 പേർ ഇപ്പോഴും പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അടിയൊഴുക്കില്ലെങ്കിൽ പോലും പക്ഷേ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ വെളിച്ചക്കുറവും ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു. പക്ഷേ വെളിച്ചക്കുറവ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പാലത്തിന് മുകളിൽ നിന്നും വെളിച്ചമെല്ലാം തന്നെ ഇപ്പോൾ പുഴയിലേക്ക് കൊടുത്തുകൊണ്ട് അവിടുത്തെ തിരച്ചിൽ ആ പ്രദേശത്ത് ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തുകയാണ്. നേരത്തെ പുഴയുടെ മധ്യഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ഒരു വശത്തും തിരച്ചിൽ ശക്തമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പുഴയുടെ മധ്യഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സ്കൂബ ടീം ഒന്നടങ്കം ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത്. അവിടെ മരത്തടികളെല്ലാം തന്നെ അടിഞ്ഞുകൂടിയൊരു സാഹചര്യമാണ്. അവയെല്ലാം നീക്കാനുള്ള നടപടികൾ അവിടെ തുടങ്ങി വരുന്നുണ്ട്. അടിയൊഴുക്കില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ മരത്തടികളും അതോടൊപ്പം തന്നെ മറ്റ് അവശിഷ്ടങ്ങളും അവിടെ അടിഞ്ഞുകൂടിയത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് നേരത്തെ സ്കൂബ ടീം അടക്കം പറഞ്ഞിരിക്കുന്നത്. അവിടെ മുങ്ങൽ വിദഗ്ധരടക്കം അവിടെ ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുകയാണ്. സ്കൂബ ടീമിൻ്റെ 6 അംഗ സംഘം ആ മേഖല ആ പ്രദേശത്ത് തന്നെ പുഴയുടെ മധ്യഭാഗത്ത് തന്നെ, അതായത് പാലത്തിന് നേരെ താഴെ അവിടെ തന്നെയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തി വരുന്നത്. എന്തായാലും അമ്മ ഇവിടെ നിന്ന് പോകുമ്പോൾ കുട്ടിയില്ല എന്നത് ഓട്ടോ ഡ്രൈവറുടെ എല്ലാം തന്നെ ഈ വെളിപ്പെടുത്തലോട് തന്നെ സ്ഥിരീകരണമുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് പോലീസ് എല്ലാം തന്നെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തിരച്ചിൽ ശക്തമാക്കിയത്. നാട്ടുകാരുടെ എല്ലാം തന്നെ ഒരു സഹകരണം ആ സമയം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഈ വിവരം ആദ്യം നാട്ടുകാരുടെ പങ്കുവച്ചപ്പോൾ തന്നെ നാട്ടുകാർ സ്വന്തം വള്ളങ്ങളിൽ ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നു. മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയിട്ടും ഒരു ശുഭകരമായ ഒരു വാർത്ത എന്തായാലും നൽകാൻ കഴിഞ്ഞില്ല. പക്ഷേ പിന്നീടാണ് സ്കൂബ ടീം അംഗം ഈ രാത്രി ഏറെ വൈകിയും ഈ ഒരു തിരച്ചിലിനായി ഇവിടെ എത്തിയിരിക്കുന്നത്. തിരച്ചിൽ ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ പിന്നിട്ടു. പക്ഷേ ഒരു ശുഭകരമായ ഒരു വാർത്ത ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തിരച്ചിൽ സംഘം ഈ ഒരു മണിക്കൂറുകളിൽ തിരച്ചിൽ നടത്തി വരുന്നത്. കനത്ത മഴയെല്ലാം തന്നെ അത് അവഗണിച്ചുകൊണ്ട് നാട്ടുകാരും സ്കൂബ ടീമും അതോടൊപ്പം തന്നെ പോലീസും അഗ്നിരക്ഷാ സേനയടക്കം ഈ പ്രദേശത്തിപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. 3 വയസ്സുകാരിയായ കുട്ടിക്ക് വേണ്ടി ഒരു നാടൊന്നാകെ തന്നെ ഈ രാത്രിയും ഉറങ്ങാതെ രക്ഷാപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ തിരച്ചിലിൻ്റെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹേൽ, ഇന്ന് ആദ്യമായി കണ്ട ചെറുചിരിയുള്ള മുഖമാണ് കല്യാണിക്കുട്ടിയുടേതെങ്കിലും അവൾ ആരൊക്കെയോ ആവുകയാണ്. ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കല്യാണിക്കുട്ടി അറിയാത്ത ഒരുപാട് മനുഷ്യർ രാത്രി വൈകിയും ആ മഴ കൊണ്ട് കുരിച്ചൊരിയുന്ന മഴയത്തും അവൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. എന്തെങ്കിലും പ്രതീക്ഷയിലൊരു വാർത്ത അവൾ തിരികെ വരുമെന്ന വാർത്ത പ്രതീക്ഷിച്ചുകൊണ്ട് അവളെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂഴിക്കുളം ഭാഗത്തെ പുഴയിൽ പരിശോധന നടത്തുന്നത്. മധ്യഭാഗത്തായാണ് തിരച്ചിൽ. എന്നാലും അമ്മയുടെ ആ മൊഴി അത് സത്യമാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്, കേരളക്കരയുണ്ട്. അവൾ എവിടെയെങ്കിലും സുരക്ഷിതമായി നാളെ നേരം പുലരുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായി അങ്ങനെ നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോഴും അവിടെ ഇത്തരത്തിൽ തിരച്ചിൽ തുടരുകയാണ്.